വോളിയം ഡിക്രീസ്ഡ്, പ്രഷർ ഇൻക്രീസ്ഡ്. ഇവിടം വരെ നമ്മൾ പറഞ്ഞു നിർത്തിയത്. സോ ഈ ഗ്രാഫിൽ ആ പോയിന്റ് റെപ്രസെന്റ് ചെയ്യാൻ ഇത്രയും വളയ്ക്കണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഒരു വൃത്തിയായിട്ട് വേണം വരയ്ക്കാതെ. അവിടുന്ന് പ്രഷർ ഇൻക്രീസ് ചെയ്യും, മുകളിലേക്ക് പോകും. വോളിയം ഡിക്രീസ് ഇങ്ങോട്ട് വരും. പക്ഷെ നോക്കിയേ, ഈ പോയിന്റ് നേരെയല്ല, ഇങ്ങ് മാറി വരണം. അവിടെയാണ് ഏറ്റവും കൂടുതൽ തെറ്റിപ്പോണത്, ഈ ഒരു പോയിന്റ് വരയ്ക്കുമ്പോൾ. This is isothermal compression. So this is isothermal expansion. This is adiabatic expansion. This is isothermal compression. അങ്ങനെയെങ്കിൽ ഈ ഒരു പോയിന്റിലെ വാല്യൂസ് എങ്ങനെയാവും? സി എന്ന് പറയണ ഇത് സി, ഈ ഡി എന്ന് പറഞ്ഞ പോയിന്റിലെ വാല്യൂ എങ്ങനെയാവും? ഡി എന്ന് പറഞ്ഞ പോയിന്റിലെ ടെമ്പറേച്ചർ എത്രയാ അഭിലാഷേ? T2 തന്നെ. ഗുഡ്. പ്രഷർ ഈസ് വേരിഡ്. ദാറ്റ് മീൻസ് volume is also varied, V4, P4. So the final cycle, that is adiabatic compression. In adiabatic compression എങ്ങനെയായിരിക്കും? There is no change അല്ലേ? ഈ ഐസോതെർമൽ കംപ്രഷൻ അപ്പം നമ്മളുടെ വർക്കിംഗ് സബ്സ്റ്റൻസിനെ എവിടെ വെക്കണമായിരുന്നു? അത് നമ്മൾ പറഞ്ഞില്ല. ഐസോതെർമൽ കംപ്രഷൻ നടക്കണമെങ്കിൽ നമ്മളുടെ വർക്കിംഗ് സബ്സ്റ്റൻസിനെ എവിടെ വെക്കണം? ആദിത്യരാജ്, അജയ്, അർജുൻ, ഗോപിക, ഐസോതെർമൽ കംപ്രഷൻ നടക്കണമെങ്കിൽ നമ്മളുടെ വർക്കിംഗ് സബ്സ്റ്റൻസിനെ നമ്മൾ എവിടെ പ്ലേസ് ചെയ്യണം? വർക്കിംഗ് സബ്സ്റ്റൻസിനെ എവിടെ വെക്കണം? സിങ്കിൽ പ്ലേസ് ചെയ്യണം. ശരിയല്ലേ? സിങ്കിനല്ലേ ടെമ്പറേച്ചർ കുറവ്? കോൾഡ് റിസർവോയർ. കോൾഡ് റിസർവോയറിൽ വെച്ചാൽ മാത്രമേ കംപ്രഷൻ നടക്കുകയുള്ളൂ. നമ്മൾ പറഞ്ഞ പോലെ ഇതിരിക്കുന്നു, പിസ്റ്റൺ താഴത്തേക്ക് താഴണമെങ്കിൽ ചൂട് കുറയണം, എക്സ്പാൻഡ് ചെയ്ത് നിൽക്കുന്ന ഗ്യാസ് കംപ്രസ് ചെയ്യണം. സോ പ്ലേസ് the working substance on the sink or in the cold reservoir, then the pressure increased, volume decreased. Okay. Then again adiabatic compression. അപ്പോൾ നമ്മൾ എവിടെ വീണ്ടും പ്ലേസ് ചെയ്യണം? അഡിയബാറ്റിക് പ്രോസസ്. ഹീറ്റ് എടുക്കുകയും വേണ്ട, കൊടുക്കുകയും വേണ്ട. Where did we place this working substance? We want to place the working substance on the insulator, your insulating stand again. Then there is no change in the heat. Q എന്ന് പറയുന്നല്ലേ, ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ബട്ട് ഇറ്റ് ഈസ് കംപ്രഷൻ. ഇൻ കംപ്രഷൻ വോളിയം ഡിക്രീസ്ഡ്, പ്രഷർ increased, volume decreased, pressure increased. The temperature is also changed from T2 to T1. ശരിയല്ലേ? നോക്കിയേ, ഇവിടെ T2 ആണ്, ഇവിടെ തിരിച്ച് ഈ പോയിന്റിലോട്ട് പോകുമ്പം ആ പോയിന്റ് ടെമ്പറേച്ചർ ആവും അല്ലേ? ദാറ്റ് മീൻസ് ദിസ് ഈസ് ദ ഫൈനൽ സൈക്കിൾ. That is D. From D to A, that is adiabatic compression. In that adiabatic compression,
there is no change in the heat energy, but the temperature, volume and pressure changes. Temperature become the initial temperature of the working substance T1, and the volume is decreased to the initial volume, and pressure is increased to the initial volume, and it is a continuous cycle from A to B, B to C, C to D and D to A. അപ്പോൾ അതൊരു സൈക്ലിക് പ്രോസസ് അല്ലേ? അപ്പൊ ഇതാണ് നമ്മളുടെ എല്ലാവിധ ഓട്ടോ എഞ്ചിനയിലും, ഡീസൽ ഓട്ടോ, പെട്രോൾ ഓട്ടോ അങ്ങനെ പറഞ്ഞ ഓട്ടോ എഞ്ചിനയിലും ഡീസൽ എഞ്ചിനയിലും എല്ലാം നടക്കുന്ന അല്ലെങ്കിൽ വർക്കിംഗ് എന്ന് പറയുന്നത് ഇതാണ്. കാർനോട്ട് സൈക്കിൾ പോലെ there are 4 cycles: isothermal expansion, adiabatic expansion, isothermal compression and adiabatic compression. Clear ആയോ? അഭിലാഷ് പറഞ്ഞാൽ മനസ്സിലായോ? മനസ്സിലായി സാർ. സംശയമൊന്നുമില്ലല്ലോ. ഗ്രാഫ് വരയ്ക്കാൻ അറിയണം വ്യക്തമായിട്ട്. ഇവിടുന്ന് T1 വന്ന് ഈ പോയിന്റിൽ വന്നപ്പം ഐസോതെർമൽ ആയതുകൊണ്ട് T1 തന്നെ. അങ്ങനെ ശ്രദ്ധിക്കേണ്ട 1-2 പോയിന്റുകളേ ഉള്ളൂ. T1 there is no change. ഇവിടെ adiabatic expansion, there is change occurs in the temperature, but again in isothermal compression there is no change in heat energy. There is no change in temperature, so temperature again constant and is given back to the initial position. Okay. The efficiency of the Carnot engine. എഫിഷ്യൻസി നമ്മൾ ഈറ്റ എന്ന് പറഞ്ഞു. ഈറ്റയുടെ ഇക്വേഷൻ എങ്ങനെയാണ്? വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ അപ്ലൈഡ് ഹീറ്റ് Q1 ഓർ Q1 മൈനസ് Q2 ഡിവൈഡ് ബൈ Q1. ഞാൻ ചോദിക്കട്ടെ, മുമ്പേ ഇവിടെ ഒരു ഗ്രാഫ് തന്നില്ലായിരുന്നോ? ഈ ഗ്രാഫിൽ നിന്ന് എങ്ങനെ വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ പറ്റുമായിരിക്കും? ആക്ച്വലി വർക്ക് ഡൺ ഈസ് ദ ഏരിയ ഓഫ് ദിസ് കാർനോട്ട് സൈക്കിൾ, A, B, C, D. സോ ഗ്രാഫിൽ നിന്ന് വർക്ക് ഡൺ കണ്ടുപിടിക്കാം. ഫ്രം ദ ഗ്രാഫ് or PV diagram, we can measure the work done. The net work done is equal to the area of the cycle A, B, C, D. ഇനി ഇപ്പം നമ്മൾ ഇതിനകത്ത് എഫിഷ്യൻസി കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നമ്മൾ നമ്മുടെ ഐസോതെർമൽ കംപ്രഷൻ അല്ലെങ്കിൽ ഐസോതെർമൽ എക്സ്പാൻഷൻ എടുക്കുക. സ്റ്റെപ്പ് 1 ഏതെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കൺസിഡർ ഐസോതെർമൽ, നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കണേ, ഐസോതെർമൽ എക്സ്പാൻഷൻ. ആദ്യത്തെ പോയിന്റിൽ ഐസോതെർമൽ എക്സ്പാൻഷൻ ആയിരുന്നു. ഇപ്പം ഏത് പോയിന്റിൽ നിന്ന് എങ്ങോട്ടാ മാറിയേ? P1 V1 T1 P2 V2 T1 ആയി അല്ലേ? ശരിയല്ലേ? ടെമ്പറേച്ചറിന് വ്യത്യാസമൊന്നും വന്നില്ല. അഭിലാഷേ ക്ലിയർ അല്ലേ? ഐസോതെർമൽ. അപ്പൊ നമ്മളുടെ ഗ്രാഫ് ഇങ്ങനെ ഒരു കർവ്ഡ് ലൈൻ ആയിരുന്നു അല്ലേ? പക്ഷേ ഒരു കർവ്ഡ് ലൈനിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ നമുക്ക് സാധിക്കാത്തത് കൊണ്ടാണ് നമ്മൾ ഇന്റഗ്രേഷൻ എന്ന കൺസെപ്റ്റ് മാത്സിൽ ഉദ്ദേശിക്കുന്നത്. ഇതിനെ വളരെ ചെറുതായ ഇൻഫിനിറ്റി സ്മോൾ ആയ സ്ട്രെയിറ്റ് ലൈൻ സ്ട്രിപ്പുകളായിട്ട് കട്ട് ചെയ്യും. എന്നിട്ട് ഇവിടുത്തെ ഒരു പോയിന്റ് ആണ് എ, ഇങ്ങേ അറ്റം വരെ ഇന്റഗ്രേറ്റ് ചെയ്യണം. സോ ദ വർക്ക് ഡൺ ഫ്രം എ ടു ബി, WAB എന്ന് എഴുതാം. ഇനി അവിടെ നമ്മൾ എടുത്ത Q1 എന്ന് പറയുന്ന വാല്യൂ അറിയണമെന്നിരിക്കട്ടെ. Q1 is equal to integral V1 to V2. എന്തുകൊണ്ടാണ് V1 to V2 ആയത്?
ഇവിടുത്തെ വോളിയം എത്രയായിരുന്നു? V1. Here it is V2. Integral V1 to V2 P dV. നിങ്ങൾ അതായത് നമ്മൾ തെർമോഡൈനാമിക് ലോ പഠിച്ചിട്ടുണ്ടല്ലോ +2-ലൊക്കെ. 0th ലോ, ദെൻ ഫസ്റ്റ് ലോ. ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. ഡെൽറ്റ യു ഇന്റേണൽ എനർജി ആണ്, ഇവിടെ ഇന്റേണൽ എനർജി വർദ്ധിക്കുന്നില്ല. സോ ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഡബ്ല്യു ഓർ ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു പി ഡെൽറ്റ വി. അതിനെയാണ് നമ്മളിങ്ങനെ എഴുതിയത്. ഡെൽറ്റ വിനെ എന്നാന്ന് എഴുതി? പി ഇൻറ്റു ഡി വി എന്ന് എഴുതി. ക്ലിയർ ആയോ ഈ സ്റ്റെപ്പ് വന്നത്? ഇല്ലെങ്കിൽ അതോടെ ഒന്ന് നോട്ട് ചെയ്ത് എടുത്തു തരും, അത് അറിയത്തില്ലെങ്കിൽ. അത് നേരത്തെ പഠിച്ചതാണ്, നമ്മുടെ ടെക്സ്റ്റിലൊന്നും കിടപ്പില്ല. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് എഴുതിയെടുക്കണം. ഈ പി വിയുടെ ഇക്വേഷൻ, പി വി ഈസ് ഈക്വൽ ടു എൻ ആർ ടി നിങ്ങൾക്ക് അറിയാം അല്ലേ? ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. അപ്പൊ നമുക്ക് ഇവിടെ പിയുടെ വാല്യൂ ഇതിനകത്ത് എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? പി ഈക്വൽ ടു എൻ ആർ ടി ഡിവൈഡ് ബൈ വി. ഗുഡ്. അപ്പം ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ V1 ടു V2 എൻ ആർ ടി ബൈ വി ഇൻറ്റു ഡി വി. ഇവിടെ ഇന്റഗ്രേഷൻ ഉള്ളത് വിക്ക അല്ലേ? ഇപ്പൊ എൻ ആർ ടി വരെയും കോൺസ്റ്റന്റ് ആയിട്ട് കിടക്കും. എൻ ആർ ടിക്ക് വരെ എനിക്ക് T1 ഇടാലോ. ഇനിഷ്യലി അറ്റ് ദ പോയിന്റ് P1 V1 T. ഇനി 1/v dvയുടെ ഇന്റഗ്രേഷൻ എന്നാണ്? ലോഗരിതം ഓഫ് അല്ലേ v ഫ്രം V1 ടു V2. ദാറ്റ് ഈസ് ഈക്വൽ ടു nr T1 ലോഗ് V2 മൈനസ് ലോഗ് V1. ദാറ്റ് ഈസ് ഈക്വൽ ടു nr T1 ഇൻറ്റു ഒരു ലോഗരിതം ഓഫ് ഒറ്റ ടേം ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ V2 ബൈ V1. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1. ഒരു കാര്യം ചെയ്യാം, ഇവിടെ കുറച്ച് സ്ഥലത്ത് എഴുതി വരാം. സോ അടുത്തതായിട്ട് സ്റ്റെപ്പ് 3 എടുക്കുക. സ്റ്റെപ്പ് 3 ഏതായിരുന്നു? ഐസോതെർമൽ എക്സ്പാൻഷന് പകരം ഐസോതെർമൽ കംപ്രഷൻ. സോ കൺസിഡർ സ്റ്റെപ്പ് 3 ഐസോതെർമൽ കംപ്രഷൻ. അപ്പൊ ഇവിടെയല്ലേ സി മുതലല്ലേ, സി മുതൽ ഡി വരെ ഏതൊക്കെയായിരുന്നു പോയിന്റ്? ഇവിടെ നിന്ന് അങ്ങോട്ടാ മാറണേ. സിയില് എങ്ങനെയായിരുന്നു? ഇവിടെ P3 T2. ഏതാ? P3 V3 T2. ഇവിടെ P4 V4 T2. ശരിയല്ലേ? P3 V3 T2-ൽ നിന്ന് P4 V4 T2 തന്നെ അല്ലേ? എല്ലാവർക്കും മനസ്സിലായി? നമ്മൾ ഗ്രാഫിക്കലി എഴുതിയതാണത്. P4 V4 T2. അങ്ങനെയെങ്കിൽ ഇവിടെ Q2-നെ എടുക്കണം. നമ്മൾ മുമ്പേ ചെയ്ത പോലെ തന്നെ Q2 എന്ന് പറയുന്നത് ഇന്റഗ്രൽ എവിടെ മുതൽ എവിടം വരെയാവും? ഇന്റഗ്രൽ V3 ടു V4 P dV. മുമ്പത്തെ പോലെ nRT കൊടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ ഇക്വേഷൻ എന്നാ കിട്ടും? ഒന്ന് കണ്ടുപിടിച്ച എല്ലാവരും. ചെയ്ത് കിട്ടുന്നുണ്ടോ ഈ വാല്യൂ? ദാറ്റ്സ് ഈക്വൽ ടു പിക്ക് പകരം നമ്മൾ ഗ്യാസ് ഇക്വേഷൻ എടുത്തു. പി വി ഈക്വൽ ടു nRT ആണ്. അതിനകത്ത് പി ഈക്വൽ ടു nRT ബൈ വി. ഇന്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു വി ആണ്. സോ nRT ഇവിടുത്തെ T2 ആണ്. nRT2 പുറത്തെടുക്കുക. ഇന്റഗ്രൽ 1/v dv. സോ nRT2 ഇന്റഗ്രേഷൻ ഓഫ് 1/v ലോഗ് വി. വാല്യൂ ലിമിറ്റ്സ് അപ്ലൈ ചെയ്യുക. nRT2 ലോഗ് V3 ബൈ V4. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 2.
അപ്പം നമുക്ക് Q1 ഉം Q2 ഉം കിട്ടി. Q1 ഉം Q2 ഉം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എഫിഷ്യൻസി ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. എഫിഷ്യൻസി ഈറ്റ ഈസ് ഈക്വൽ ടു Q1 minus Q2 by Q1 minus Q2 by Q1, that is equal to 1 minus Q2 by Q1, that is equal to 1 minus Q2 എത്രയാ? nRT2 log V3 by V4. V3 by V4 divided by nRT1 log V2 divided by V1. ഇവിടെ നോക്കിയേ, ഇവിടെ എന്നും ആറും കോൺസ്റ്റന്റ് വെട്ടിക്കളയാം. സോ 1 മൈനസ് ലോഗ് V3 by V4 ഡിവൈഡ് ബൈ ലോഗ് V2 by V1. ഇതിൻ്റെ രണ്ടിൻ്റെയും വാല്യൂ സെയിം ആയിരിക്കും. ദാറ്റ് മീൻസ് ലോഗ് V3 by V4 ഈക്വൽ ടു ആണ് ലോഗ് V2 by V1. ഞാൻ പറഞ്ഞുതരാം അത്. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ ആൻസർ എങ്ങനെയായി? അതും സെയിം ആയാൽ വെട്ടി 1 എന്ന് പറഞ്ഞ വാല്യൂ കൊടുക്കാം. സോ ദ ഫൈനൽ ഇക്വേഷൻ 1 മൈനസ് T2 ഡിവൈഡഡ് ബൈ T1. സോ ഇങ്ങനെ എഴുതാൻ ചോദിക്കും, പ്രൂവ് ചെയ്യാൻ ചോദിച്ചാൽ. ദ എഫിഷ്യൻസി ഇൻ ടേംസ് ഓഫ് ടെമ്പറേച്ചർ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഈറ്റ ഈസ് ഈക്വൽ ടു 1 മൈനസ് Q2 ബൈ Q1 ഓർ Q1 മൈനസ് Q2 ബൈ Q1. ഇവിടെ എങ്ങനെ ചെയ്യാം? 1 മൈനസ് T2 ബൈ T1 ഓർ T1 മൈനസ് T2 ബൈ T1. ഇനി ഇത് ശരിയായാൽ മാത്രമല്ലേ അത് സാധ്യമാവുള്ളൂ. ഏത്? ഇതും തുല്യാന്ന് പ്രൂവ് ചെയ്യണം. ലോഗ് V3 ബൈ V4 എന്ന് പറയുന്നത് ലോഗ് V2 ബൈ V1 ആണെന്ന് പ്രൂവ് ചെയ്യാം. ഇത് മായ്ക്കും കേട്ടോ. അത് പ്രൂവ് ചെയ്യണമെങ്കിൽ ആദ്യം നമുക്ക് B2C അഡിയബാറ്റിക് എക്സ്പാൻഷൻ എടുക്കുക. അഡിയബാറ്റിക് എക്സ്പാൻഷൻ at the point B and C. ബിയിലെ ടെമ്പറേച്ചർ എത്രയായിരുന്നു? T1 V2 P2. ഇവിടെ വന്നപ്പം T2 P3 V3 ആയി. സോ അഡിയബാറ്റിക് എക്സ്പാൻഷൻ്റെ ഇക്വേഷൻ ഇതാണ്. TV raised to gamma minus 1 at the point B. അപ്പം T1 V2 raised to gamma minus 1 is equal to T2 V3 raised to gamma minus 1. എഴുതിയത് മനസ്സിലായോ? ഞങ്ങൾ ഇക്വേഷൻ ഇപ്പോൾ ഓർക്കുന്നില്ലായിരിക്കും. അഡിയബാറ്റിക് എക്സ്പാൻഷൻ്റെ ഇക്വേഷൻ ആണ്. ഈ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. ഇവിടെ ഗാമ എന്ന് പറഞ്ഞാൽ CP ബൈ CV ആണ്. ഈ ഗാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി CP മൈനസ് CV എന്ന് പറഞ്ഞാണ് R എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ പഠിച്ച ഡെറിവേഷൻ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, പക്ഷെ ഇതറിയും. ഇനി ഇവിടെ നമുക്ക് എഴുതാം T1 V2 റേസ്റ്റ് ഗാമ 1 മൈനസ് 1 ഈക്വൽ ടു T2 V3 റേസ്റ്റ് ഗാമ മൈനസ് 1. ഇനി ഇവിടെ നോക്കിയേ D2A എന്തിനാണ്? അഡിയബാറ്റിക് കംപ്രഷൻ. അഡിയബാറ്റിക് കംപ്രഷനിൽ എങ്ങനെയാവും? ഇവിടുത്തെ P4 V4 T3. അപ്പം പറയാവോ? അഡിയബാറ്റിക് കംപ്രഷൻ ഇവിടെ എന്ന് പറയുമ്പം
ഈ ഒരു പോയിന്റ് T2 V4 raised to gamma minus 1 equal to T1 V2 raised to T1 V1 raised to gamma minus 1. T1 V1 P1 ഈ രണ്ട് പോയിന്റ് ആട്ടോ അഡിയബാറ്റിക് കംപ്രഷൻ. അപ്പോൾ ഈ ഒരു പോയിന്റിലെ T V raised to gamma minus 1, ഇവിടുത്തെ T2 ആ. T2 V4 raised to gamma minus 1 equal to T1 V1 raised to gamma minus 1. ഇനി നോക്കിയേ, ഈ രണ്ട് ഇക്വേഷൻ തമ്മിൽ ഡിവൈഡ് ചെയ്യാം. T1 ഉള്ള വശം വെച്ച് ഡിവൈഡ് ചെയ്യണം. പിന്നെ ഇതിന് വേണമെന്ന് തിരിച്ചെഴുതാം. T1 V1 raised to gamma minus 1 equal to T2 V4 raised to gamma minus 1. This is equation number A. This is equation number B. Then equation A divided by equation B is equal to ഈ T1 T1 ഡിവൈഡ് ചെയ്യുമ്പോൾ വെട്ടിപ്പോവും. V2 raised to gamma minus 1 equal to divided by V1 raised to gamma minus 1 equal to P3 raised to gamma minus 1 divided by P4 raised to gamma minus 1. എല്ലാത്തിൻ്റെയും പവർ കോമൺ ആണ്. ഗാമ മൈനസ് 1 പുറത്തെടുക്കാം, ഇവിടെയും പുറത്തെടുക്കാം. അതുകൊണ്ട് അതിൻ്റെ റൂട്ട് മാറ്റി അത് കളയാം. സോ V2 ഡിവൈഡഡ് ബൈ V1 ഈക്വൽ ടു V3 ഡിവൈഡഡ് ബൈ V4. ഇതല്ലേ ഇവിടെ നമുക്ക് വേണ്ടത്. ഗോപിക, ഈ വാല്യൂ അല്ലേ നമുക്ക് വേണ്ടത്. V2 ബൈ V1 ഈക്വൽ ടു V3 ബൈ V4 ആണെങ്കിൽ ചുമ്മാ ലോഗരിതം രണ്ട് വശം കൊടുത്താൽ ലോഗ് V2 ബൈ V1 ഈക്വൽ ടു ലോഗ് V3 ബൈ V4. അപ്പം we can cancel this two term, that equal to 1. Though the final equation become 1 minus T2 divided by T1. ക്ലിയർ ആയോ? ഇച്ചിരി വലിയൊരു എസ് പോലെ തോന്നുന്നുണ്ടോ? പക്ഷെ എളുപ്പമാണ്, നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ മതി. രണ്ട് ഐസോതെർമൽ വെച്ച് എക്സ്പാൻഡ് ചെയ്ത് Q1ഉം Q2ഉം കണ്ടുപിടിക്കുക. അതിനകത്ത് ലോഗിൻ്റെ ടേം ക്യാൻസലായി പോവും. അതിനുവേണ്ടി അഡിയബാറ്റിക് എക്സ്പാൻഷനും കംപ്രഷനും കൊടുത്ത് ലോഗ് V3 ബൈ V4 ഈക്വൽ ടു ലോഗ് V2 ബൈ V1 ആണെന്ന് പ്രൂവ് ചെയ്യും.